നമസ്കാരം. ഡൽഹിയിലേക്ക് നടത്തുന്ന മാർച്ച് നിർത്തിവെച്ച കർഷകർ തങ്ങൾക്ക് നേരെയുണ്ടായ ഹരിയാന പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കുകയാണ്. പോലീസ് ആക്രമണത്തിൽ ഖനൗരി അതിർത്തിയിൽ മരിച്ച കർഷകന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സംയുക്ത കിസാൻ മോർച്ച ഇന്ന് കരിദിനം ആചരിക്കുന്നത് എന്ന് കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് അറിയിച്ചു. പോലീസ് നടപടിക്കിടെ കൊല്ലപ്പെട്ട യുവ കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം ഇതുവരെയും കുടുംബം ഏറ്റുവാങ്ങിയിട്ടില്ല. പട്യാല ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനോ പോസ്റ്റ്മോർട്ടം നടത്താനോ കുടുംബവും കർഷക സംഘടനകളും അനുമതി നൽകിയിട്ടില്ല. അതിനിടെ സംയുക്ത കിസാൻ മോർച്ച മാർച്ച് 14-ന് ഡൽഹിയിൽ മഹാപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചു. കർഷക സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയെ അപലപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഹരിയാന മന്ത്രി അനിൽ വിജിന്റെയും കോലം കത്തിക്കുമെന്നും സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ പറഞ്ഞു. മിനിമം താങ്ങുവില ഗ്യാരണ്ടി ചെയ്യുന്ന നിയമം ആവശ്യപ്പെട്ട് ഫെബ്രുവരി 26-ന് രാജ്യത്തെ ഹൈവേകളിൽ ട്രാക്ടർ മാർച്ച് നടത്തുമെന്നും രാകേഷ് ടിക്കായത്ത് വ്യക്തമാക്കി. ട്രാക്ടർ മാർച്ച് ഏകദിന പ്രതിഷേധമായിരിക്കുമെന്നും എന്നാൽ സർക്കാർ വഴങ്ങിയില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും ടിക്കായത്ത് കൂട്ടിച്ചേർത്തു. ദൈർഘ്യമേറിയ പോരാട്ടമാണ് കർഷകർ നടത്തുന്നതെന്നും നേരത്തെ ചെയ്തതുപോലെ 4 ദിശകളിൽ നിന്നും ഡൽഹിയെ വളയേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനായി എല്ലാ കർഷകരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹരിയാന മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ സെക്ഷൻ 320 IPC പ്രകാരം കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും രാകേഷ് ടിക്കായത്ത് ആവശ്യപ്പെട്ടു. ഹരിയാന പോലീസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സമരഭടന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ടിക്കായത്ത് ആവശ്യപ്പെട്ടു. അതേസമയം മാർച്ചിൽ ഗോതമ്പ് സംഭരണ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പരിഹാരം സാധ്യമാകുമെന്ന് ഭക്ഷ്യ സെക്രട്ടറി പ്രത്യാശ പ്രകടിപ്പിച്ചു. MSP കൂടാതെ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ, വൈദ്യുതി നിരക്ക് വർധന ഒഴിവാക്കുക, പോലീസ് കേസുകൾ പിൻവലിക്കൽ, 2021-ലെ ലഖിംപൂർ ഖേരി ആക്രമണത്തിൻ്റെ ഇരകൾക്ക് നീതി എന്നിവയാണ് സമരം ചെയ്യുന്ന കർഷകർ ആവശ്യപ്പെടുന്നത്. അതിനിടെ സമരത്തിനെത്തുന്ന കർഷകരെ പഞ്ചാബ് പോലീസ് തടയുന്നു എന്നാരോപിച്ച് പഞ്ചാബ് സർക്കാരിന് എതിരെയും കർഷകർ രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചാബിൽ അതിക്രമിച്ച് കയറി ഹരിയാന പോലീസ് നടത്തിയ അക്രമത്തിൽ FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പഞ്ചാബ് സർക്കാരിന് വിശ്വസിക്കൂ എന്നാണ് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നത്. ദില്ലി മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ച് കർഷകർ അതിർത്തിയിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. 2 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് വീണ്ടും സമരം പുനരാരംഭിക്കാനിരിക്കെ സമരത്തിന് പിന്തുണയുമായി കൂടുതൽ കർഷക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും രംഗത്തു വരുന്നുണ്ട്. കോൺഗ്രസ് സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നത് BJPയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ സമരം കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുമെന്ന ആശങ്കയാണ് അവർക്കുള്ളത്. എന്തും നേരിടാൻ തയ്യാറായി കർഷകർ സമരമുഖത്ത് നിൽക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഉറപ്പു നൽകാൻ കഴിയുന്നില്ല എന്നതാണ് സർക്കാരിനെ കുഴക്കുന്നത്. 2 വർഷം മുമ്പ് നടന്ന സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ വിശ്വാസം നഷ്ടപ്പെട്ട കർഷകർ നിയമം പാസാക്കാൻ 1 ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം എന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. വാഗ്ദാന ലംഘനം മുഖമുദ്രയാക്കിയ മോദി സർക്കാർ ഈ പ്രതിസന്ധി മറികടക്കാൻ എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം.